Welcome to the class BSA Physics 9, Semester 6, Paper 4, Digital Electronics and Computer Science, 32nd lecture. 32nd lecture. Today's topic is C++ program to add two numbers. C++ program to add two numbers. 32th class. And here is a question for a program. And this is the second program we are studying. The first program we have seen in the basic structure, that is to find the square root of a number. Now we see write another program to add two numbers or three numbers. And this is also a program which describes the basic structure of CPP program. The basic structure of C++ program can be also explained by this program, that is program to add two numbers. And here we add two numbers and explain various steps in it. And the question can be also asked in the manner, write a C++ program to explain how to write and call a function. ഒരു ഫംഗ്ഷൻ എങ്ങനെ റൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടിയാണിത്. സോ ഇൻ എക്സാമിനേഷൻ ഇഫ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്, write a CPP program to explain how to write and call a function, then you can write this program. And this is also a basic program to add two numbers. Two numbers can be added in CPP program by different methods. Number of methods. There are 7 or 8 methods, and this is only one method, and this is done by calling and writing functions. So here is the program. ഇവിടെ നമ്മൾ പ്രോഗ്രാം എഴുതുകയാണ്. ഈ പ്രോഗ്രാമിന് എല്ലാത്തിനകത്തും പിന്നെ ഓരോ സ്റ്റെപ്പിനും ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് നമ്മൾ പിന്നെ ഒന്നിട്ടെണ്ണം കണ്ടതാണ്, ബാക്കിയെല്ലാം നമ്മൾ ഡ്യൂ കോഴ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ടേംസും ഉടനെ മനസ്സിലാക്കാനും പ്രയാസമുണ്ട്, ചിലതെല്ലാം മനസ്സിലാകും, ബാക്കിയുള്ളവർ അതേപടി പഠിക്കുക. ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ നമ്മൾ പുറകെ മനസ്സിലാക്കുന്നതാണ്. ഹാഷ് ഇൻക്ലൂഡ് അയോസ്ട്രീം എഴുതുന്നത് ആ ലെസ് ദാൻ ഗിറ്റേഴ്സ് അതിനകത്താണ്. ഹാഷ് ഇൻക്ലൂഡ് അയോസ്ട്രീം. അപ്പോൾ ഹെഡർ ഫയലാണ്, ഹെഡർ ഫയൽ. നെക്സ്റ്റ് ഈസ് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് സെമിക്കോളൻ. ഇപ്പോൾ ഹെഡർ ഫയലിൻ്റെ കൂടെ അവസാനം നമ്മൾ എഴുതുമ്പോൾ ആദ്യത്തിൻ്റെ ഹാഷ് ഇൻക്ലൂഡ് ആണെങ്കിൽ സെമിക്കോളിൻ്റെ പിന്നെ ആവശ്യം അവസാനം ഇല്ല. ബാക്കി മിക്കവാറും സ്റ്റെപ്പുകളിൽ നമ്മൾ സെമിക്കോളൻ കൊടുക്കാറുണ്ട്. ഇൻറ്റ് ഡേറ്റ ടൈപ്പാണ്. ഇൻറ്റ് ആഡ് ഫംഗ്ഷൻ, ഇൻറ്റ് ചേർന്നർത്ഥം, സെമിക്കോളൻ, ഇൻറ്റ് മെയിൻ പാരന്തസിസ്, ദെൻ ഓപ്പണിംഗ് ബ്രേസ്, ഇൻറ്റ് എക്സ് കോമ വൈ സം, സെമിക്കോളൻ. അത് മൂന്നും വേരിയബിളാണ്. എക്സ് വേരിയബിളാണ്, നമുക്ക് നമ്പർ കൊടുക്കാം. വൈ വേരിയബിളാണ്, നമ്പർ കൊടുക്കാം. സം അതൊരു വേരിയബിളാണ്, അത് എക്സിൻ്റെ വൈയുടെ സമായിട്ട് വരും. സി ഔട്ട്. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ, ഒരു പിന്നെ C++ലെ ഔട്ട്പുട്ട് കിട്ടാനുള്ള ഒരു കമാൻഡാണ് സി ഔട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഒരു ഇൻസേർഷൻ ഓപ്പറേറ്റർ കൊടുക്കണം, ഡബിൾ ലെസ് ദാൻ സം ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ട ചില ടെക്സ്റ്റാണ്, അത് ഇൻവേർട്ട് കോമാസ്. എൻ്റെ ടു നമ്പേഴ്സ് കോളൻ പത്രയിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇനി കൊട്ടേഷൻ കംപ്ലീറ്റഡ് സെമിക്കോളൻ. സി ഇൻ അത് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിന് അകത്ത് കൊടുക്കണം. രണ്ട് ഗ്രീറ്റേഴ്സ് അതിനാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഗ്രേറ്റർ ദാൻ എക്സ്, ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നല്ല അർത്ഥം. അതിൻ്റെ അർത്ഥം നമ്മൾ രണ്ട് വാല്യൂസ് കൊടുക്കുന്നതാണ്, ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഈ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്ററിനകത്ത് ആണ് കൊടുക്കുന്നത്. സം ആഡ് ഫംഗ്ഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. ഈ അഡീഷൻ്റെ ഫംഗ്ഷൻ ആഡ് ഫംഗ്ഷൻ എക്സ് കോമ വൈ സെമിക്കോളൻ. റെസ്റ്റ് ഓഫ് ദി പ്രോഗ്രാം. സി ഔട്ട് ഇൻസേർഷൻ ഓപ്പറേറ്റർ ദ സം ഓഫ് ദി, അത് ടെക്സ്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതാണ്. then again extraction operator
x double less than x double less than quotation closed and quotation double less than y double less than quotation is colon then quotation less than sum semicolon return 0 semicolon the closing brace then int add function int number 1 num1 comma int num2 parenthesis closed then again an opening brace the previous brace we closed opening brace int add function semicolon add function assigns number 1 plus number 2 semicolon return add function semicolon the closing brace. This is the program. അപ്പോൾ ഇത്രയും പ്രോഗ്രാമിൽ എഴുതിയിട്ട് റൺ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഇതൊക്കെ നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ 2 നമ്പർ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉടനെ കാണിക്കും. When we complete this program and run, the computer, the console, the screen asks to write 2 numbers. Then we give it 2 numbers. And then finally we get the result. For example, this is the result after running the program. The output is like this. When we run the program, we get an output like this. Enter 2 numbers. നമ്മുടെ ടെക്സ്റ്റ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ഇൻവേർട്ട് കോമേഴ്സിന് ഇടയ്ക്ക് അത് പ്രിൻ്റ് വരും ഇവിടെ. COT കൊടുത്തിട്ടുള്ളതാണ്. എൻ്റർ 2 numbers. അവിടെ നമുക്ക് ഇവിടെ എക്സ് വൈ 2 നമ്പർ ചോദിക്കും. എക്സ് വൈ 2 numbers. 2 numbers. അപ്പോൾ എക്സ് വൈ നമ്മൾ കൊടുക്കേണ്ടത്. എൻ്റെ 2 numbers. ഇപ്പോൾ കോളൻ ഇപ്പോൾ നമ്മൾ 2 നമ്പർ കൊടുക്കണം. നമ്മൾ 9 7 കൊടുത്താൽ മതി. 9 7 സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. 9 7 അങ്ങനെ നമ്മൾ 2 നമ്പർ കൊടുക്കും. ദ സം ഓഫ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ്. ദ സം ഓഫ് 9 and 7 ഈസ് ഈക്വൽ ടു 16 അങ്ങനെ കിട്ടും. നമ്പർ ദി സം ഓഫ് 9 and 7 ഈസ് ഈക്വൽ 16 എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആ മുകളിൽ കാണിക്കുന്ന പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നതാണ്, ആ സ്ക്രീനിൽ തെളിഞ്ഞു വരും എൻ്റെ 2 numbers. അവിടെ നമ്മൾ നമ്പറിങ് എഴുതി കൊടുക്കണം. ഏത് സംഖ്യയാണ് ആഡ് ചെയ്യേണ്ടത് എഴുതി കൊടുക്കുമ്പോൾ ഈ സം ഓഫ് ദി 2 numbers ഈസ് ഈക്വൽ ടു ആ സം എത്രയാണ് അത് കിട്ടും നമുക്ക്. അപ്പോൾ ഇവിടെ ആ മുകളിൽ കാണുന്ന ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിലെ സ്റ്റെപ്പുകളൊക്കെ എന്താണ് മീൻ ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അത് നമ്മളിവിടെ നമ്പറിട്ട് ഇതിനൊന്ന് നമ്പറിട്ട് കാണിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ നമ്പർ ഇട്ടിരിക്കുന്നത്. നമ്മളൊരു ആ മുകളിലത്തെ പ്രോഗ്രാമിനെ ഒരു 16 സ്റ്റെപ്പായിട്ട് ഭാഗിച്ചിട്ട് ഓരോ സ്റ്റെപ്പും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതേ പ്രോഗ്രാം തന്നെ റിപ്പീറ്റ് ചെയ്യട്ടോ. സെയിം പ്രോഗ്രാം പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ഈ റിപ്പീറ്റേഷൻ ചെയ്ത് നമ്പർ എഴുതുന്നില്ല. ഈ സ്ട്രക്ചർ എഴുതാൻ പറയുകയാണെങ്കിൽ വാട്ട് സ്ട്രക്ചർ ദി പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്പർ എഴുതിയിട്ട് ഓരോ ലൈനും മീൻ ചെയ്യുന്നത് എന്താണെന്ന് കാണിക്കണം. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ആ പ്രോഗ്രാം ഒന്ന് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ എഴുതിയ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിന് നമ്പറിങ് നടത്തുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റെപ്പ് 1 ആയിട്ട് മാർക്ക് ചെയ്ത് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് സെമിക്കോളൻ അതിനെ 2 ആയിട്ട് മാർക്ക് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ഒന്ന് നോക്കുക. നമ്മൾ തിരിച്ചൊന്ന് നോക്കാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കുക. ഇൻറ്റ് ആഡ് ഫംഗ്ഷൻ പാരന്തസിസ് ഇൻറ്റ് സെമിക്കോളൻ സ്റ്റെപ്പ് നമ്പർ 3 ആണ്. ഇൻറ്റ് മെയിൻ പാരന്തസിസ് ഓപ്പണിംഗ് ബ്രേസ് സ്റ്റെപ്പ് നമ്പർ 4. ഇൻറ്റ് എക്സ് കോമ വൈ സം സെമിക്കോളൻ സ്റ്റെപ്പ് 5. സി ഔട്ട് എക്സ്ക്ലാമേഷൻ ഓപ്പറേറ്ററാണ്. എൻ്റർ ദി നമ്പേഴ്സ് quotation closed സെമിക്കോളൻ 6th സ്റ്റെപ്പാണ്.
ആറാമത്തെ സ്റ്റെപ്പ് ഇനി സി ഔട്ട് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻസെർഷൻ ഓപ്പറേറ്റർ എൻ്റെ ടു നമ്പേഴ്സ് കൊട്ടേഷനകത്ത് സെമിക്കോളൻ അത് നമ്മൾ പിന്നെ ആറാം സ്റ്റെപ്പ് എന്ന് പറയും. സെവൻത് സ്റ്റെപ്പ് സി ഇൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എക്സ് വൈ സെമിക്കോളൻ അത് സെവൻത് സ്റ്റെപ്പ്. സം ഈക്വൽ ടു ആഡ് ഫംഗ്ഷൻ എക്സ് വൈ ആ സ്റ്റെപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതെല്ലാം നമ്മൾ മുകളിൽ എഴുതിയ ആ പ്രോഗ്രാമിലുള്ള സ്റ്റെപ്പുകളാണ്, നമ്പറിട്ട് കാണിക്കുകയാണ്. The program we rewrite and give numbers to explain them each step. പിന്നെ നമുക്കിവിടെ ഒരു 9th സ്റ്റെപ്പ് ഉണ്ട്. 9th സ്റ്റെപ്പ് സി ഔട്ട് ദ സം ഓഫ്, അവിടെ എല്ലാം സി ഔട്ട് ആകുമ്പോൾ ഇൻസെർഷൻ ഓപ്പറേറ്റർ കൊടുക്കണം. ദ സം ഓഫ് കൊട്ടേഷൻ കൊടുക്കണം. സം ഓഫ് കഴിഞ്ഞിട്ട് കൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇൻസെർഷൻ ഓപ്പറേറ്റർ എക്സ് കൊട്ടേഷൻ ക്ലോസ്ഡ് ആൻഡ് ഇൻസെർഷൻ ഓപ്പറേറ്റർ കൊട്ടേഷനകത്ത് വൈ കൊട്ടേഷൻ ക്ലോസ്ഡ് കൊട്ടേഷൻ ക്ലോസ്ഡ് ഈസ് കോളൻ then quotation insertion operator sum semicolon return 0 semicolon അത് 10th സ്റ്റെപ്പ്. ക്ലോസിംഗ് ബ്രേസ് 11th സ്റ്റെപ്പ്. പിന്നെ അടുത്തത് ഇൻറ്റ് ആഡ് ഫംഗ്ഷൻ ഇൻറ്റ് നമ്പർ 1 ഇൻറ്റ് നമ്പർ 2 parenthesis closed, then again an opening brace. Number 12 step int add function semicolon step number 12. Then int add function semicolon step number 13 add function equal to sum plus sum number 1 plus number 2 semicolon step number 14 return add function semicolon step number 15 last the closing brace step number 16. അപ്പോൾ നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെ ഒരു 16 സ്റ്റെപ്പായിട്ട് നമ്മൾ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. 16 സ്റ്റെപ്പ് നമ്പറിട്ട് കാണിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സ്ക്വയർ റൂട്ട് ആകുമ്പോൾ ഇത്ര സ്റ്റെപ്പില്ലായിരുന്നു, ഒരു 15 സ്റ്റെപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഈ ഫംഗ്ഷൻ വരുന്നതുകൊണ്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു 16 സ്റ്റെപ്പിൽ നമ്മൾ ഡിവൈഡ് ചെയ്താണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന കൊടുത്താൽ മതി. അതൊക്കെ ഇത് തന്നെ എഴുതാം, നമ്പറിൽ എഴുതിയാൽ മതി. അപ്പോൾ ഈ നമ്പർ ഇട്ടിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഓരോ സ്റ്റെപ്പിനും എന്താണ് മീനിങ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഓരോ സ്റ്റെപ്പിനും നമ്പർ ഇട്ടിരിക്കുന്നത്. ആ പ്രോഗ്രാം നോക്കിയിട്ട് എങ്ങനെ നമ്പർ ഇടാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് ഈ 16 സ്റ്റെപ്പ് ഓരോ സ്റ്റെപ്പ് മീൻ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. അതിൽ പലതും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇത് തൽക്കാലം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. കോഡ് എക്സ്പ്ലനേഷൻ സ്റ്റെപ്പ് നമ്പർ 1. ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 സംശയം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ചു പോയിട്ട് നോക്കണം, അല്ലെങ്കിൽ പേപ്പർ വരച്ച് നോക്കണം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഹാഷ് ഇൻക്ലൂഡ് IO stream, ഹാഷ് ഇൻക്ലൂഡ് IO stream എന്നുള്ളതാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് 1ൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഇപ്പം ഞാൻ കഴിയുന്നതിന് തിരിച്ച് പോകുന്നില്ല, നിങ്ങൾക്കിവിടെ നോക്കിയാൽ മതി, നിങ്ങൾ തിരിച്ചു പോയി നോക്കിയാൽ മതി. ഓരോ സ്റ്റെപ്പും എന്താണ് മീൻ ചെയ്യുന്നത് ആ സ്റ്റെപ്പ് മനസ്സിലാക്കണമെങ്കിൽ റിട്ടേൺ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ കോഡിൻ്റെ എക്സ്പ്ലനേഷനാണ്, ഓരോ സ്റ്റെപ്പിൻ്റെയും ഓരോ ലൈൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. 1. ഇൻക്ലൂഡ് ദി IO stream ഹെഡർ ഫയൽ ഇൻ യുവർ പ്രോഗ്രാമിൻ്റെ യൂസേജ് ഫംഗ്ഷൻ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ മീനിങ് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തതാണ്, ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എല്ലാ പ്രോഗ്രാമിൻ്റെയും മസ്റ്റാണ്. ഒരു C++ പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാത്തിലും കമ്പൽസറിയാണ്. അപ്പോൾ ഈ മാർക്ക് ഇടുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന് മാർക്കുണ്ടെങ്കിൽ ഏത് പ്രോഗ്രാമിനകത്തും ഇത് എഴുതിയാൽ മാർക്ക് കിട്ടും. എല്ലാ പ്രോഗ്രാമിനകത്തും ഈ ഹാഷ് ഇൻക്ലൂഡ് വേണ്ടി വരും. അപ്പോൾ അതൊരു കമ്പൽസറി ലൈനാണ്. ഇപ്പോൾ
ഇപ്പോൾ നമ്മൾ 5 പ്രോഗ്രാം പഠിക്കും. ആ പ്രോഗ്രാമിലെല്ലാം സ്റ്റാർട്ടിങ് ഈ രൂപത്തിലാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ലൈന് മാർക്കുണ്ടെങ്കിൽ ഇത് എഴുതാം. അത് ഏത് പ്രോബ്ലത്തിൽ ഏത് പ്രോഗ്രാമിലും എഴുതാം. ദ ഫസ്റ്റ് ലൈൻ ഈസ് ഇൻക്ലൂഡ് ദ യൂസ് സ്ട്രീം ഹെഡർ ഫയൽ ഇൻ അവർ പ്രോഗ്രാം ടു യൂസ് ഇറ്റ്സ് ഫങ്ഷൻസ്. ദ സെക്കൻഡ് ലൈൻ ഇൻക്ലൂഡ് ദ സ്റ്റാൻഡേർഡ് നെയിം സ്പേസ്. അതൊരു കമ്പൽസറി പാർട്ടാണ്. സ്റ്റാൻഡേർഡ് നെയിം സ്പേസ് ഇൻ അവർ കോഡ് ടു യൂസ് ഇറ്റ്സ് ക്ലാസ്സസ് വിത്തൗട്ട് കോളിങ് ഇറ്റ്. അപ്പോൾ അതിനകത്ത് കുറേ ക്ലാസ് ഉണ്ട്, അതിനെ വീണ്ടും കോൾ ചെയ്യാതെ വരാൻ വേണ്ടിയാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതും പ്രോഗ്രാമുകളുടെ ഒരു കമ്പൽസറി പാർട്ടാണ്. ഡിക്ലെയർ എ ഫംഗ്ഷൻ നെയിംഡ് ആഡ് ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ആഡ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഫംഗ്ഷൻ എങ്ങനെ യൂസ് ചെയ്യാം? ഇപ്പോൾ അഡീഷണൽ ഫംഗ്ഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഡിക്ലെയർ എ ഫംഗ്ഷൻ നെയിംഡ് ആഡ് ഫംഗ്ഷൻ parenthesis that it takes 2 integer parameters. This creates the function prototype. അപ്പോൾ ഇത് ഫംഗ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഫംഗ്ഷൻ കാൾ ചെയ്യുന്ന രീതി. ഇനി 4ാമത്തെ സ്റ്റെപ്പ്, കോൾ ദ മെയിൻ പാരന്തിസിസ് ഫംഗ്ഷൻ. ഈ മെയിൻ പാരന്തിസിസ് ഫംഗ്ഷനും പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാന പാർട്ടാണ്. അതില്ലാതെ പറ്റത്തില്ല. ദ പ്രോഗ്രാം ലോജിക് ഷുഡ് ബി ആഡഡ് വിത്തിൻ ദ ബോഡി ഓഫ് ദിസ് ഫംഗ്ഷൻ. പ്രോഗ്രാം ലോജിക്ക് ഇതിനകത്താണ് കൊടുക്കുന്നത്. ഡിക്ലെയർ 3 ഇൻറ്റിജർ വേരിയബിൾസ് എക്സ് വൈ ആൻഡ് സം. 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 കൂട്ടാൻ പോവുകയാണ്, എക്സും വൈയും. അപ്പോൾ വേരിയബിൾസിന് നമുക്ക് സിംഗിൾ ലെറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ 3 ലെറ്ററോ ഒക്കെ വെച്ച് കൊടുക്കാം. വേരിയബിൾസിന് ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ വേരിയബിളായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ വേരിയബിൾസ്, കോൺസ്റ്റൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ വേരിയബിളിന് ഒരു സിംഗിൾ ലെറ്ററോ അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സോ കൊടുക്കാവുന്നതാണ്. ഇവിടെ 3 വേരിയബിളാണ്, ഇൻറ്റിജർ വേരിയബിളാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് എക്സ്, 2ാമത്തെ വൈ, 3ാമത്തെ സം. സം ഒരു വേരിയബിളാണ്. വേണമെങ്കിൽ ഇസഡ് എന്ന് ചെയ്യാനും മതി. ഇസഡ് എന്ന് പറയുന്നത് എക്സിൻ്റെ വൈയുടെ സമ്മാണ്. അതാണ് മീനിങ്. ആൻഡ് സം. ഇനി 6, പ്രിന്റ് സം ടെക്സ്റ്റ് ഓൺ ദി കൺസോൾ. ആ സ്ക്രീനിൽ നമുക്ക് ഈ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് കിട്ടണം. അതിനുള്ള സ്റ്റെപ്പാണ് ഈ 6ാമത്തത്. ദ ടെക്സ്റ്റ് ആസ്ക്സ് ദ യൂസർ ടു എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ നമ്മളിവിടെ ദ സം ഓഫ് 2 ഇൻറ്റിജേഴ്സ് എന്നുള്ള ഒരു ടെക്സ്റ്റാണ് കൊടുക്കുന്നത് എങ്കിൽ അത് കൺസോളിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. കൺസോളിൽ ഞാൻ പറഞ്ഞല്ലോ, ക്യാബിനറ്റ്, സ്ക്രീൻ. ആ സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് വരാനുള്ള ഒരു ടെക്സ്റ്റാണ് ഇവിടെ ചേർക്കുന്നത്. ദ ടെക്സ്റ്റ് ആസ്ക്സ് ദി യൂസർ ടു എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ്, ലൈൻ, സെൻറ്റൻസ്, അതായത് ദ 2 നമ്പേഴ്സ് ആർ, അത് കൺസോളിൽ പ്രിന്റ് ചെയ്ത് വരും. അതായത് നമ്മൾ സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് കാണാം. അതിനുള്ള സ്റ്റെപ്പാണത്. അടുത്ത 7ാമത്തെ സ്റ്റെപ്പ്, 16 സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ നമ്പറിട്ട് കാണിച്ചിരിക്കുന്ന 16 സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രോഗ്രാമിനകത്ത്. 7, റീഡ് ദ യൂസർ ഇൻപുട്ട് ഫ്രം ദ കീബോർഡ്. കീബോർഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന നമ്പർ അത് റൈറ്റ് ചെയ്യണം. ദ യൂസർ ഷുഡ് എൻ്റർ 2 നമ്പേഴ്സ് ഫോർ വേരിയബിൾസ് എക്സ് വൈ സെപ്പറേറ്റ് ബൈ സ്പേസ്. അപ്പോൾ 2 വേരിയബിൾ, ഇപ്പം നമ്മൾ 9, 7 ആണല്ലോ പറഞ്ഞത്. ആ 9, 7 അവിടെ ചേർക്കുക. അതിൽ കോമേന്തിലുണ്ട്, സ്പേസ് ഇട്ട് കൊടുത്താൽ മതി. 9 എഴുതി സ്പേസ് എഴുതിയിട്ട് 7 കൊടുത്താൽ മതി. സ്പേസ് ഇട്ടിട്ട് 7 കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. കോമായിട്ട് എൻ്റർ ചെയ്യരുത്, സ്പേസ് ഇട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ അതിപ്പോൾ 9, 7 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് 16, 23 ആക്കാം, അല്ലെങ്കിൽ 40, 50 ആക്കാം. ഏത് വേണമെങ്കിലും വേരിയബിൾസ് ഇങ്ങനെ കൂട്ടാൻ വേണ്ടി കൊടുക്കാവുന്നതാണ് അവിടെ. നമ്പർ 8, കോൾ ദി ഫംഗ്ഷൻ ആഡ് ഫംഗ്ഷൻ. ഇതാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, അഡീഷണൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സ്റ്റെപ്പാണത്. 8ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾ തിരികെ പോയി നോക്കുക. കോൾ ദി ഫംഗ്ഷൻ ആഡ് ഫംഗ്ഷൻ പാരന്തസിസ് ആൻഡ് പാസിംഗ് ടു ഇറ്റ് ദ പാരാമീറ്റേഴ്സ് എക്സ് ആൻഡ് വൈ. ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇട്ട എക്സ് വൈ കൊടുക്കുകയാണ്. ദ ഫംഗ്ഷൻ വിൽ ഓപ്പറേറ്റ് ഓൺ ദീസ് പാരാമീറ്റേഴ്സ് ആൻഡ് അസൈൻ ദ ഔട്ട്പുട്ട് ടു ദി വേരിയബിൾ സം. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ വർക്കാകും. അത് എക്സ് വൈ കൂട്ടിയിട്ട് നമ്മുടെ സം എന്നുള്ള വേരിയബിളിലേക്ക് അത് കൊടുക്കും, ഔട്ട്പുട്ട് ചെയ്യും. 9th സ്റ്റെപ്പ്, print the values of variables x, y and sum on the console alongside other text. അപ്പോൾ മറ്റു ടെക്സ്റ്റിൻ്റെ കൂടെ എക്സും വൈയും സമ്മും നമ്മുടെ കൺസോളിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കോഡാണ് നമ്പർ 9. നമ്പർ 10, ദ ഫംഗ്ഷൻ മസ്റ്റ് റിട്ടേൺ വാല്യൂ അപ്പോൺ സക്സസ്ഫുൾ കംപ്ലീഷൻ. നമ്മുടെ പ്രോഗ്രാം പൂർത്തിയാക്കുമ്പോൾ, റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആ ഫംഗ്ഷൻ വാല്യൂ തരണം. നമ്പർ 11, ഫൈൻഡ് എൻഡ് ഓഫ് ദി ബോഡി ഓഫ് ദി മെയിൻ പാരന്തസിസ് ഫംഗ്ഷൻ.
അപ്പം അത് ഒരു ബ്രേസ് ആണെങ്കിൽ അത് എൻഡ് ഓഫ് ദി ഫങ്ഷനാണ്. നമുക്ക് 14ാമത്തെ സ്റ്റെപ്പിലേക്ക് പോയി നോക്കാം. എന്താണ് 14ാമത്തെ സ്റ്റെപ്പ്? ഉള്ള 11ാമത്തെ സ്റ്റെപ്പ് ഒരു ബ്രേസ് മാത്രമാണ്. ഒരു ക്ലോസിംഗ് ബ്രേസ്. അപ്പോൾ 14ാമത്തെ സ്റ്റെപ്പ് ഒരു ക്ലോസിംഗ് ബ്രേസാണ്, ബ്രേസിൻ്റെ പകുതിയാണ്. അത് എൻഡ് ഓഫ് ദി സ്റ്റെപ്പാണ്. അത്രയും പാർട്ടിൻ്റെ എന്താണ് കാണിക്കുന്നത്. അപ്പോൾ നമ്പർ 11 എൻഡ് ഓഫ് ദി ബോഡി ഓഫ് ദി മെയിൻ പാരന്തസിസ് ഫംഗ്ഷൻ. നമ്പർ 12 ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുക. വി ആർ ഡിഫൈനിങ് the function add function parenthesis. We will state what the function will do within its body. Within its body ഇത് ബ്രേസസ്. ആ ബ്രേസിനകത്തുള്ള ഫങ്ഷൻ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്പർ 13 ഡിക്ലെയറിങ് ആൻ ഇൻറ്റിജർ വേരിയബിൾ നെയ്മഡ് ആഡ് ഫംഗ്ഷൻ. അപ്പോൾ ആഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്യും. നമ്പർ 14 ആഡിങ് ദ വാല്യൂസ് ഓഫ് ദി പാരാമീറ്റേഴ്സ് num1 ആൻഡ് നമ്പർ 2 ആൻഡ് അസൈൻസ്. ആ സമം എന്ന് പറഞ്ഞാൽ അസൈൻ ആണ് കേട്ടോ. അസൈൻ ഇസ് ദി റിസൾട്ട് ടു വേരിയബിൾ ആഡ് ഫംഗ്ഷൻ. ആഡ് ഫംഗ്ഷൻ വേരിയബിളിലേക്ക് ഇത് അസൈൻ ചെയ്യും. ഒരു ഈക്വൽ സൈൻ കണ്ടാൽ നമ്മളത് സമം എന്നല്ല, തുല്യമെന്നല്ല ഉദ്ദേശിക്കുന്നത്, അസൈൻസ് ആണ്. ആ വാല്യൂ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അസൈൻസ് സിമ്പിൾ അസൈൻസ് അത് നമ്മൾ പഠിക്കുന്നതാണ് പ്രത്യേകം. അത് ഈക്വൽ എന്നുള്ള എക്സാക്റ്റ് മീനിങ് അല്ല, അസൈൻസ് ആ വാല്യൂ അങ്ങോട്ട് കൊടുക്കും. 15 ആഡ് ഫംഗ്ഷൻ പാരന്തസിസ്. ഫംഗ്ഷൻ ആഡ് ഫംഗ്ഷൻ പാരന്തസിസ് ഫംഗ്ഷൻ. ആഡ് ഫംഗ്ഷൻ പാരന്തസിസ് ഒരു ഫംഗ്ഷനാണ്. ദാറ്റ് ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ ദ വാല്യൂ ഓഫ് ആഡ് ഫംഗ്ഷൻ വേരിയബിൾ. അപ്പോൾ ആഡ് ഫംഗ്ഷൻ വേരിയബിൾ നമുക്ക് സമാണല്ലോ, ആ വേരിയബിൾ നമുക്ക് റിട്ടേൺ ചെയ്യും ഈ 15ാമത്തെ സ്റ്റെപ്പ് കൊണ്ട്. 15th സ്റ്റെപ്പ്. ഇനി 16ാമത്തെ എൻഡ് ഓഫ് ദി ഫംഗ്ഷൻ ബോഡി, ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. 16ാമത്തെ എൻഡ് ഓഫ് ദി ഫംഗ്ഷൻ ബോഡിയാണ്. ഈ ഫംഗ്ഷൻ്റെ ബോഡി അവസാനിക്കുന്ന സ്ഥലം അത് ഒരു ക്ലോസിംഗ് ബ്രേസ് ആയിരിക്കും. അതുകൊണ്ട് 16ാമത്തെ സ്റ്റെപ്പ് ഒരു ക്ലോസിംഗ് ബ്രേസാണ്. അപ്പോൾ ഓപ്പണിംഗ് ബ്രേസിനും ക്ലോസിംഗ് ബ്രേസിനും പ്രത്യേക മീനിങ് ഉണ്ട്. അങ്ങനെ 16 സ്റ്റെപ്പിൻ്റെ മീനിങ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ചില സ്റ്റെപ്പുകളൊക്കെ ഇനിയും നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടതാണ്. ഒരു ബേസിക് പ്രോഗ്രാമായിട്ട് ഈ സം ഓഫ് ദി 2 നമ്പേഴ്സ് കൊടുത്താൽ ഈ 16 സ്റ്റെപ്പാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചില സ്റ്റെപ്പ് ഒക്കെ നമ്മൾ ഇനിയും പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് വേരിയബിൾ, എന്താണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, എന്താണ് കോൺസ്റ്റൻസ്, ഇതെല്ലാം നമുക്ക് പുറകെ പറയാം. അപ്പോൾ അങ്ങനെയാണ് മറ്റൊരു ബേസിക് പ്രോഗ്രാം. 2 നമ്പർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ പ്രോഗ്രാമിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആ സ്റ്റെപ്പുകൾ പ്രത്യേകം വായിച്ചു നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ചില സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെയാണ്. ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വായിക്കാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം ഷോർട്ട് ആൻസറാണ്. ഹൗ വിൽ യു ഡിക്ലെയർ 3 ഇൻറ്റിജർ വേരിയബിൾസ് ഇന്നേ പ്രോഗ്രാമാണ്. അത് സ്പെല്ലിംഗ് മാറി വന്നിട്ടുണ്ട്. ഇന്നേ പ്രോഗ്രാം. ഓരോ പ്രോഗ്രാമിനകത്ത് 2 വേരിയബിൾ അല്ലെങ്കിൽ 3 വേരിയബിൾ കൊടുക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിന് ലൈൻ നമ്പർ 5 നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ എക്സ് വൈ സം 3 വേരിയബിളാണ്. എക്സ് വൈ 2 അഡീഷൻ ചെയ്യേണ്ട സംഖ്യകൾ, പിന്നെ അതിന് സം കാണിക്കുന്ന വേരിയബിൾ. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 5 എഴുതിയാൽ, ലൈൻ നമ്പർ 5 എഴുതിയാൽ അത് തരുന്നത് എങ്ങനെയാണ് 3 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക ഈ പ്രോഗ്രാമിൽ. അതാണ് കാണിക്കുന്നത്. നമ്പർ 2 ഹൗ വിൽ യു പ്രിന്റ് സം ടെക്സ്റ്റ് ഓൺ ദി കൺസോൾ. സം ടെക്സ്റ്റ്. ഇപ്പോൾ ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് എന്നൊക്കെയുള്ള ടെക്സ്റ്റാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ ഈസ് ടെക്സ്റ്റാണ്. ആ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യാനുള്ള കമാൻഡ്, അതിൻ്റെ കോഡ് ഏതാണ്? അത് ലൈൻ നമ്പർ 6 ആണ്. ആ ലൈൻ നമ്പർ 6 ആൻസറായിട്ട് പറയണം. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കോഡ്? വാട്ട് എന്നുള്ള ഡബ്ല്യു എന്നല്ല, വാട്ട് ഈസ് ദ കോഡ് ഫോർ എൻഡ് ഓഫ് എ ഫംഗ്ഷൻ ബോഡി? വാട്ട് ഈസ് ദ കോഡ് ഫോർ വാട്ട്? അത് കറക്റ്റ് ആണ്. വാട്ട്, WHAT. വാട്ട് ഈസ് ദ കോഡ് ഫോർ എൻഡ് ഓഫ് എ ഫംഗ്ഷൻ ബോഡി? ഒരു ഫംഗ്ഷൻ ബോഡിയുടെ എൻഡിന് നമ്മൾ എന്താണ് കോഡ് കൊടുക്കുന്നത്? അത് ലൈൻ നമ്പർ 16. അതായത് ക്ലോസിംഗ് ബ്രേസ്.
പരീക്ഷയ്ക്ക് അത് ഉത്തരമായിട്ട് പറയുമ്പോഴേ നമ്മളൊരു ക്ലോസിംഗ് പ്രൈസ് മാത്രമേ പറയുള്ളൂ. ഒന്ന് ബ്രാക്കറ്റ് മാറ്റിയത് പറഞ്ഞേക്കണം, ഇറ്റ്സ് എ ക്ലോസിംഗ് പ്രൈസ്. അല്ലെങ്കിൽ ചിലപ്പോൾ പേപ്പർ എഴുതുന്നത് കാണാതെ വരും. വാട്ട് ഈസ് ദ കോഡ് ഫോർ എൻഡ് ഓഫ് ഫങ്ഷൻ ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രേസിൻ്റെ, അതായത് ഒരു ഡബിൾ ബ്രാക്കറ്റിൻ്റെ പകുതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ഉത്തരമായിട്ട് ഈ ഡബിൾ ബ്രാക്കറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രേസിൻ്റെ പകുതി കിട്ടാൽ എക്സാമിനർ കാണണമെന്നില്ല. അപ്പോൾ അതിന് നേരെ ഒരു ആര് ഇട്ടിട്ട് ഇറ്റ്സ് എ ക്ലോസിംഗ് ബ്രേസ് എന്ന് പ്രത്യേകം എഴുതി കാണിക്കുകയും വേണം, എന്നാലേ മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം എഴുതി നമ്മളതിൻ്റെ ബേസിസ് സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടി 2 നമ്പർ ആഡ് ചെയ്യുന്ന പല മെത്തേഡ്, ഒരു മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യുക, റൈറ്റ് ചെയ്യുക എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബേസിക് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇതിനുള്ളിൽ 2 പ്രോഗ്രാമായി. സ്ക്വയർ റൂട്ട് കാണുന്ന പ്രോഗ്രാം, അതിലെല്ലാ സ്റ്റെപ്പുകളും ഒരു 11 സ്റ്റെപ്പുണ്ട്, അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് 2 നമ്പർ കൂട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അവിടെ എല്ലാ സ്റ്റെപ്പും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ് എ ബേസിക് പ്രോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റ് എനി വൺ ബേസിക് പ്രോഗ്രാം ഫ്രം C++ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റെപ്പുകൾ എല്ലാത്തിനും സെയിമാണ്. അതായത് പിന്നെ ഹാഷ് ഇൻക്ലൂഡ്, IOStream, പിന്നെ നെയിം സ്പേസ് പോലെയുള്ള സ്റ്റെപ്പുകൾക്കൊന്നും ഒരു മാറ്റവുമില്ല. അപ്പോൾ അതാണ് ഈ C++ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രയോജനം. നമ്മൾ ഏത് വലിയ പ്രോഗ്രാം എഴുതുമ്പോഴും ഈ ആദ്യത്തെ 1, 2, 3 സ്റ്റെപ്പുകൾക്ക് സെയിം ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കണം. അങ്ങനെ ഈ 2 പ്രോഗ്രാം പഠിക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേരിയബിൾസ്, കോൺസ്റ്റൻസ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ്. അത് പഠിക്കുമ്പോഴേ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓരോ ക്ലാസ് കഴിയുന്നതോടെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുള്ള സ്റ്റെപ്പുകൾ കൂടുതൽ എണ്ണവും മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം ഒരു ബൈഹാർട്ട് മെത്തേഡിൽ ചില പ്രോഗ്രാമുകളൊക്കെ പഠിക്കണം. എന്നിട്ട് കൂടുതൽ പഠിക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും മനസ്സിലാകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇൻസേർഷൻ ഓപ്പറേറ്റർ, അതുപോലെ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ കൊടുത്തിരുന്നു. അത് സി ഔട്ടിൻ്റെയും സി ഇൻ്റെയും കൂടെ വരുന്നതാണ്. അപ്പോൾ എന്താണ് സി ഔട്ട്, എന്താണ് സി ഇൻ, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നേരത്തെ സി ലാംഗ്വേജ് ആണെങ്കിൽ സി ഔട്ടിന് പകരം പറയുന്നത് പ്രിൻ്റ് എന്ന് പറയും, പ്രിൻ്റ്. സി ഇന്ന് പറയുന്നത് സ്കാൻ എന്നാണ് സി ലാംഗ്വേജ്. ഔട്ട്പുട്ട് ഫംഗ്ഷൻ അവിടെ പ്രിൻ്റ് ഔട്ടാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചാൽ സ്കാൻ ഫംഗ്ഷനാണ്. പ്രിൻ്റ് എഫ് എന്നൊക്കെ പറയും, പ്രിൻ്റ് എഫ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രിൻ്റ് എഫ് എന്നൊക്കെ പറയും, സ്കാൻ എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സി ഔട്ട്, സി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് മറ്റ് ലാംഗ്വേജിൻ്റെ കാര്യം പറയണമെന്നില്ല. ഇവിടെ CPPയുടെ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഔട്ട്പുട്ടിന് സി ഔട്ടും ഇൻപുട്ടിന് സി ഇന്നുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം മറ്റ് ടേമുകളൊക്കെ നമ്മൾ തുടർന്നുള്ള പ്രോഗ്രാമിൽ പഠിക്കുന്നതാണ്. That is all. Thank you very much.